ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന സിനിമ പുതിയ മലയാള ചിത്രമായ അയാം കാതലനാണ്. പ്രേമലു എന്നുള്ള ഗംഭീര ഹിറ്റിന് ശേഷം ഗിരീഷ് ഷേഡി നസ്ലിൻ ടീമിൻ്റെ ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുന്ന സിനിമയാണ് അയാം കാതലൻ. സാജിൻ ചെറുകയിലാണ് സിനിമയുടെ രചന. അദ്ദേഹം സിനിമയിലൊരു മേജർ റോളും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി സിനിമയിൽ ഒരു വൺ ലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബിടെക്കിൻ്റെ അവസാന മാസങ്ങളിൽ അവിടെ പഠനം കഴിയാറായ നായകനും നായികയും അവർ തമ്മിലൊരു പ്രണയമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളെ കൊണ്ട് അവരുടെ പ്രണയത്തിൽ വലിയ വിള്ളലൊക്കെ വീഴുന്നു. അങ്ങനെ അവസാനം നായകനെ വേണ്ടാന്ന് പറയുന്ന അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന നായിക, അങ്ങനെയുള്ള നായികയ്ക്ക് അല്ലെങ്കിൽ നായികയുടെ അച്ഛനും ഒരു പണി കൊടുക്കണം എന്ന് നായകൻ വിചാരിക്കുന്നു. അങ്ങനെ ആ പണി കൊടുക്കുന്നതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ്. അതായത് സിനിമ തുടങ്ങി നമ്മൾ ഫസ്റ്റ് ഹാഫ് എത്തുന്ന വരെ നമ്മൾ സമയം പോയത് അറിയത്തില്ല. അത്ര സോഫ്റ്റായിട്ട് നല്ല തമാശകളൊക്കെ ഉള്ള നല്ലൊരു ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പലയിടത്തും നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യും. അതായത് കഥ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, കഥ എഴുതുമ്പോൾ നമുക്ക് ഈ പൊസിഷനിൽ കൊണ്ട് നിർത്താമോ അല്ലെങ്കിൽ ഇനി കുറച്ചും കൂടെ ആഡ് ചെയ്യാമോ, അങ്ങനെ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് സ്ക്രീൻ പ്ലേയിൽ മുഴച്ച് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇനി ഇതിൻ്റെ ഒരു ക്രൂ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഗിരീഷയുടെ ഡയറക്ഷൻ, ഇപ്പോൾ തണ്ണീർമത്തൻ, പ്രേമലു, അപ്പോൾ ആ ഒരു ടോണിൽ തന്നെയാണ് അയാം കാതലിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കഥ, സാധാരണ കുടുംബ പശ്ചാത്തലങ്ങളുടെ മുൻനിർത്തിയുള്ളൊരു കഥ ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ഗിരീഷ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഈ സിനിമ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ നല്ലൊരു വാച്ചബിൾ എൻ്റർടൈനിങ് എക്സ്പീരിയൻസ് തരാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി എൻ്റെ ലീഡിങ് കാസ്റ്റിൻ്റെ പെർഫോമൻസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നസ്ലിൻ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഇവിടെ മെയിൻ ആളായിട്ട് സജസ്റ്റ് ചെയ്യുന്ന മലയാള സിനിമയിൽ. ഇപ്പോൾ പലയിടത്തും നസ്ലിൻ്റെ പേര് മുൻപന്തിയിൽ വരുന്നൊരു രീതിയാണല്ലോ പ്രേമലു എന്നുള്ള ഹിറ്റിന് ശേഷം. അപ്പം നല്ല സോഫ്റ്റ് എക്സ്പ്രഷൻസ് ഉള്ള നമ്മളെ തൊട്ടടുത്ത പയ്യനാണെന്നുള്ളൊരു ഫീലിൽ ഒരു ആക്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഈ സിനിമയിലും സാധിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസാണ്, വളരെ നല്ല പെർഫോമൻസാണ്. ഇതുവരെ ചെയ്യാത്ത റോളാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ ആ ക്യാരക്ടറിൻ്റെ ഇമോഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാനും അത് ഓഡിയൻസിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ലീഡ് ആക്ട്രസ്സായിട്ട് വന്ന ഞാൻ അൻഷിമ വേറെ സിനിമകളിൽ കണ്ടിട്ടില്ല. സോ ഞാനൊരു പുതുമുഖമാണെന്ന് വിചാരിക്കുന്നു. നല്ല പെർഫോമൻസാണ്. മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് റോളുകളിൽ വരാനുള്ള സാധ്യത പുള്ളിക്കാരിക്കുണ്ട്. പുള്ളിക്കാരോടൊപ്പം തന്നെ സിനിമയിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള സപ്പോർട്ടിങ് കാസ്റ്റ്, പുള്ളിക്കാരി സപ്പോർട്ടിങ് കാസ്റ്റ് എന്നല്ല, പുള്ളിക്കാരിയെ കൂടാതെ സിനിമയിലുള്ള ബാക്കി സപ്പോർട്ടിങ് കാസ്റ്റായിരുന്ന ലിജോ മോൾ, ദിലേഷ് പോത്തൻ, സജിൻ, അവരെല്ലാം തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലവാരം കീപ്പപ്പ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ പ്ലസ് പോയിൻ്റ് മൈനസ് പോയിൻ്റ് എന്നുള്ള നിലയിൽ ഒന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ വലിയൊരു മൈനസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല പ്ലസ് പോയിൻറ്റ്സുകളാണ്, നല്ല കോമഡിയുള്ള ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളും പ്രേമലുവിൻ്റെ അത്രയും ഗംഭീരമായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വന്നതായി എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്നാലും ഒരു മോശം സിനിമയൊന്നുമല്ല. നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തു പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അയാം കാതലൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.